السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا درة الأنبياء، يا روضة العلماء، يا ملجأ الغرباء، يا سيد الرسل. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. ഒന്നരായ എൻ്റെ സഹോദരൻ സമദ് സഖാഫി, പ്രിയപ്പെട്ട നാട്ടുകാരെ, കാരവന്മാർ, സഹോദരങ്ങൾ, ഉമ്മതങ്ങന്മാർ, അള്ളാഹു നമ്മുടെ മജ്‌ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഓ ഖാലിദ് സാഹിബിൽ നടക്കുന്ന വിജ്ഞാനത്തിൻ്റെ മജ്‌ലിസ് കേരള മണ്ണിലെ യുവസമൂഹത്തിന് ഈ ഭൗതിക ലോകത്ത് ജീവിച്ച് സന്തോഷത്തോടുകൂടെ ഈമാനോടുകൂടെ മരിച്ച് പാരത്രിക ലോകത്ത് പുഞ്ചിരിച്ച് കഴിയണമെന്ന് കൊതിക്കുന്ന യുവത്വത്തിന് ഒരു മാതൃകയെ അടുത്ത കാലത്ത് നമ്മോട് ശാരീരികമായി വിട്ടുപിരിഞ്ഞ ഒരു വലിയ വ്യക്തിയാണ് ഓ ഖാലിദ് സാഹിബ്. ആ വ്യക്തിത്വത്തിൻ്റെ ജീവിതം അല്പമൊന്ന് വായിക്കാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിയുടെയും ഒരു യുവത്വത്തിൻ്റെ ഹൃദയത്തിൽ ആ ജീവിതം മലയടിക്കുന്നതാണ്. വല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമ, അവർ പ്രകാശിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ജീവിതം കാഴ്ചവെച്ച ഒരു നേതാവ്, ഒരു പ്രവർത്തകൻ, ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ, ഒരു അനുജൻ, എല്ലാം പറയാൻ പറ്റിയ ഒരു വലിയ വ്യക്തിയാണ് ഓ ഖാലിദ് സാഹിബ്. ആ സഹോദരന്റെ നേതൃത്വം അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ കവാടം വെച്ചുകൊണ്ട് നമ്മളൊക്കെ വേദി ഇവിടെ സംഘടിപ്പിച്ചു, ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരെ പോലെയുള്ള നല്ല നല്ല മനുഷ്യന്മാരുടെ കൂടെ അള്ളാഹു നമ്മയും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുകയില്ല. അതേ സ്ഥാനത്ത്
നമുക്ക് ഉപകരിക്കുന്ന പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവർക്കും ആഖിറത്തിൽ ഉപകരിക്കണമെന്നുള്ള നിയ്യത്തുമായി നമുക്ക് ചിലത് പറയാം. ചില കാര്യങ്ങൾ അത് നമുക്ക് കേൾക്കണം. പടച്ചവനെ, ഇൻഷാ അല്ലാഹ് എൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതം ധന്യമാക്കി എടുക്കാൻ വേണ്ടിയാണ്. വല്ലാത്ത വിഷമമുള്ള ഒരവസ്ഥയിൽ, വളരെ മലീമസമായി കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ എവിടെ നോക്കിയാലും പല വിധത്തിലുള്ള ഹറാമുകളും വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും പടച്ച റബ്ബിൽ അല്പം പേടിയുള്ള ഒരു മനുഷ്യൻ, പടച്ചവനെ, എൻ്റെ ജീവിതം എനിക്ക് സ്വർഗമുണ്ടാക്കുന്ന ജീവിതമാകുമോ? എൻ്റെ ഖബറ്, ആ ഖബറിൽ എനിക്ക് നല്ല നിലക്ക് കിടക്കാൻ പറ്റുമോ? പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തെ ശിഷ്യഗണങ്ങൾ ഒരു കാര്യം പറഞ്ഞു. അള്ളാഹു അനുവദിച്ച 10 കാര്യങ്ങൾ എൻ്റെ മുന്നിൽ കിട്ടിയാൽ അള്ളാഹു ഹലാലാക്കി തന്നതാണ്, പക്ഷേ 9ഉം ഞാൻ മാറ്റിവെക്കും. അവസാനം രക്ഷയില്ല എന്ന് കാണുമ്പോഴേ 1 ഞാൻ എടുക്കുകയുള്ളൂ. 9ഉം ഞാൻ മാറ്റിവെച്ച് ബാക്കി അവസാനം ഒരു വഴിയും ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോ ഞാൻ 1 എടുക്കുന്നതാണ്. എന്താണ് കാരണം? പടച്ചവരെ, അതിൽ വല്ല വഞ്ചനയും അല്ലെങ്കിൽ മറ്റു വല്ല വിഷയങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്ത വല്ലതും അതിലുണ്ടോ? പേടിച്ചിട്ടാണ് ഞാൻ മാറ്റിവെക്കുന്നത്, മാറി നിൽക്കുന്നത് എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൂട്ടുകാരുടെ മുന്നിൽ പറഞ്ഞുവെങ്കിൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ടവര് സൂചിപ്പിച്ചത്. വല്ലാത്ത ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യങ്ങൾ. കഴിഞ്ഞുപോയ മഹാരഥന്മാർ ത്യാഗങ്ങൾ സഹിച്ചു, കഷ്ടപ്പെട്ടു, പ്രായം ചെന്ന പിതാക്കൾ. എന്റെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഒരു ബുദ്ധിമുട്ട് നമുക്ക് നൽകിയിട്ടില്ല. പ്രാരാബ്ധങ്ങളും വിഷമങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ എന്തോ യജമാനനായ റബ്ബ് ഈ ദുനിയാവിൽ പരീക്ഷിക്കാൻ തന്നെയാണോ നമ്മെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ, സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ കേട്ട കണ്ട പഠിച്ച ആളുകൾ, അല്ലെങ്കിൽ കേട്ടവർ, അത് സ്നേഹിക്കുന്നവർ, ഈ 3ൽ ഏതെങ്കിലും ഒരു വിഭാഗം ഈ സദസ്സിലുണ്ട്. തുഹഫ എന്ന ഒരു വലിയ ഗ്രന്ഥം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ, നമ്മുടെ ദരിദി മഖ്ദൂമിന്റെ ഉസ്താദ, ബഹുമാനപ്പെട്ടവർ രചിച്ചൊരു ഗ്രന്ഥം. അത് കണ്ടിട്ടൊന്ന് വായിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, തുഹഫ എന്ന കിതാബ് നോക്കി ഒന്ന് നല്ലതുപോലെ വായിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ പണ്ഡിതൻ എന്ന് പറയാം. അതേ സ്ഥാനത്ത് ആ വലിയ ഗ്രന്ഥം രചിച്ച ഒരു വലിയ വ്യക്തിയാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് 4 കൊല്ലം ഒരു മാംസക്കഷ്ടം കിട്ടാതെ, 4 കൊല്ലം ഒരു ഇറച്ചിയുടെ കഷ്ടം ലഭിക്കാതെ നടന്നു. പടച്ചവനെ, കിട്ടാത്തത് കൊണ്ട് അവസാനം ഒരു സ്ഥലത്ത് അതാ വേവിച്ച കഷ്ടങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മണിക്കൂറുകളോളം ക്യൂ നിന്നു. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്നു. അടുത്തെത്തിയപ്പോ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയത് വേവാത്തൊരു കഷ്ടമാണ്. വേവാത്തൊരു കഷ്ടം. 4 കൊല്ലത്തിന് ശേഷം മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഒരു കഷ്ടം ലഭിക്കുന്നത് വേവാത്ത കഷ്ടമാണ്. അത് നോക്കിക്കൊണ്ട് ആ കഷ്ടം നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കരച്ചിൽ. പടച്ചവനെ, ഒന്നുണ്ടായിട്ടല്ല, എന്നാലും അവസ്ഥയൊന്ന് നോക്കി നിങ്ങൾ. 4 കൊല്ലത്തിന് ശേഷം ലഭിച്ച ഒരു കഷ്ടം അത് ഇറക്കാനിട്ട് പറ്റുന്നുമില്ല. ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുന്ന് ശറഹുൽ ബഹ്ജ എന്ന ഗ്രന്ഥം ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എഴുതി പൂർത്തിയാക്കുകയാണ്. വല്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. പക്ഷേ ഒരിക്കൽ നല്ല വിശപ്പുണ്ട് നാട്ടുകാരെ,
എന്റെ പ്രായം ചെന്ന പിതാക്കളെ, വലിയ മഹാൻ അവിടുന്ന് വഫാത്തായി എങ്കിലും ഏത് പള്ളിയിലാണ്, ഏതൊരു ഉസ്താദാണ് ശൈഖുൽ ഇസ്ലാമിന്റെ ഒരു കിതാബ് കാണാത്തവര്, ശൈഖുൽ ഇസ്ലാമിന്റെ കിതാബ് ഓതിക്കൊടുക്കാത്തവര്, ശൈഖുൽ ഇസ്ലാമിന്റെ കിതാബ് വായിക്കാത്തവര്, ഒന്നും ഓതാത്ത, അങ്ങനെ നോക്കിയാൽ എവിടെ നോക്കിയാലും ആ പണ്ഡിതന്റെ ഖബറ് പ്രകാശിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ബഹുമാനപ്പെട്ടവര് ഗ്രന്ഥം രചിച്ചുകൊണ്ടിരിക്കുമ്പോ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. ആ സമയത്ത് രാത്രിയതാ മുഴുവൻ ആളുകളും കിടന്നുറങ്ങാൻ പോകുന്നു. ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു റോഡരികിലേക്ക് ചെല്ലുന്നു. സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു വല്ലാത്ത വിശപ്പ് നേരിട്ടു. പടച്ചവനെ, എല്ലാ ആളുകളും ഉറങ്ങുകയാണ്. റോഡരികിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ഒരു വസ്തു എനിക്ക് ലഭിക്കോ? റോഡരികിൽ ഇറങ്ങി ബത്തക്ക കടിച്ച് റോട്ടിൽ കിടക്കുന്ന ആ വത്തക്കത്തോടെടുത്തിട്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട്, പടച്ചവനെ എന്റെ കിതാബ് എനിക്ക് എഴുതി പൂർത്തിയാക്കണം. ആ വത്തക്കത്തോടെടുത്ത് കടിച്ചുകൊണ്ട് തിരിച്ചു വന്ന് പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുന്നിലിരുന്ന് അവിടുന്ന് ബിസ്മി ചൊല്ലി തുടക്കം കുറിക്കുന്നുവെങ്കിൽ ആ മഹാരഥന്മാർ ത്യാഗങ്ങൾ സഹിച്ചു. അവർക്ക് വിഷമങ്ങൾ അറിയേണ്ടി വന്നു, പ്രശ്നമായില്ല അവർക്ക്. പക്ഷേ അവരുടെ ജീവിതത്തിലെ പ്രധാനമായ ലക്ഷ്യം, അവർ ലക്ഷ്യമായി കണ്ടത് അർഹമുർ-റാഹിമായ റബ്ബേ, എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയും, ഞാൻ എവിടെ എത്തും, എന്റെ പള്ളിക്കാട്ടിലെ വീട് എനിക്ക് സന്തോഷമാക്കിയെടുക്കാൻ പറ്റോ ഇല്ലേ? ആ മഹാരഥന്മാർ ആ നിലക്ക് ജീവിച്ചുവെങ്കിൽ കോട്ടക്കല്ലങ്ങാടിയില് അലുവ വാങ്ങാൻ വേണ്ടി കുടുംബത്തിന് പേരമക്കൾക്ക് 1/2 കിലോ അലുവ വാങ്ങിക്കൊണ്ടുവന്ന, നിങ്ങൾക്ക് കേട്ടുകാണും തേനുമുസ്ലിയാരെ പോലെയുള്ള മഹാരഥന്മാർ കുട്ടികൾക്ക് അലുവ വാങ്ങിക്കൊണ്ടുവന്ന് അവസാനം ആ അലുവയിൽ, ആ പൊതിയിൽ ഒരു ഉറുമ്പ് കാണുന്നു. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ആശത്തിൽ പടച്ച റബ്ബിന്റെ അവന്റെ തഖ്വയുള്ള അടിമകൾ, പടച്ചവനെ, ഈ ഉറുമ്പിന്റെ നാട് എവിടെയാ? ഈ ഉറുമ്പ് എവിടെയാ? പേരമക്കൾക്ക് ഓര് ചെയ്തു കൊടുത്തിട്ട് ഈ ഉറുമ്പിന് ഞാൻ കോട്ടക്കൽ അങ്ങാടിയിൽ കൊണ്ടുപോയി ഇന്ന കടയിൽ വെച്ചിട്ട് കൂരിയാട്ട് നിന്ന 14 കിലോമീറ്ററുകളോളം നടന്നിട്ട് ആ കടയുടെ ചാരത്തെത്തി. പടച്ചവരെ, ഇത് നിന്റെ ഒരു സൃഷ്ടിയാണ്, ഞാനും നിന്റെ ഒരു സൃഷ്ടിയാണ്. ഈ പാവപ്പെട്ടവൻ ഈ ജീവിയെ അതിന്റെ ബന്ധപ്പെട്ടവരിൽ നിന്ന് അടർത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഇത്ര മണിക്കൂർ വെച്ചുവല്ലോ എന്ന് പറഞ്ഞ് ആ ഉറുമ്പിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണീരൊടുക്കിപ്പോയ മഹാരഥന്മാർ, ആ മഹത്തുക്കൾ, അല്ലാഹു തആല അവർക്കൊക്കെ വെച്ചിരിക്കുന്നു നല്ല നല്ല സ്ഥലങ്ങളും പുഞ്ചിരിക്കാനുള്ള വഴികളും മാർഗങ്ങളുമൊക്കെ. നാട്ടുകാരെ, നമ്മുടെ അവസ്ഥ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ സ്ഥിതി, ഈമാനുള്ള ഉപ്പമാരെ, ഒരു മുടിയെങ്ങാനും നിരക്കുമ്പോ സ്വഹാബത്ത് കരഞ്ഞു, എന്റെ സമയം എടുക്കുന്നു. ഒരു മുടിയെങ്ങാനും നിരച്ചത് കാണുമ്പോ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് കണ്ണുനീരൊടുക്കിയ ആരിഫീങ്ങൾ നിരവധിയുണ്ട്. എന്നിട്ട് ആ മുടിയിലേക്ക് മുടി പിടിച്ചുകൊണ്ട് പാട്ടുപാടിയ മഹാരഥന്മാർ, പടച്ചവരെ, എന്റെ ഖബറ്, എന്റെ വീട്, എന്റെ പള്ളിയുടെ, എന്റെ നാടിന്റെ മഹല്ലിലുള്ള ഖബർസ്ഥാനിയിൽ, പള്ളി ശ്മശാനത്തിൽ ഒരു ചെറിയ വീട് ഇതാ ഞാൻ കാണാൻ പോകുന്നു, എന്നെ കിടത്താൻ പോകുന്നു, ഞാൻ കിടക്കാൻ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് കരഞ്ഞുപോയ നിരവധി ആളുകൾ. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മുന്നിൽ ഈ ചുങ്കം ഭാഗത്തെ പരിസരത്തിലൂടെയായി എത്ര വാഹനങ്ങൾ ഓടുന്നു, എത്ര അപകടത്തിൽ ആളുകൾ മരിക്കുന്നു, എത്രയോ ആളുകൾ മരിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാ. കണക്കില്ലാത്ത മരണങ്ങള്, പല രൂപത്തിലുമുള്ള മരണങ്ങള്. ഇപ്പോ വയസ്സല്ല, പ്രായം, പരിധികളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വസ്തുക്കളൊക്കെ നേർക്കുനേരെ കാണുകയാണ്.
ഇന്നലെ നമ്മുടെ കൂടെ നടന്ന് ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം. അവനാണ് എന്റെ അനുജാ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. നീ അവന്റെ മയ്യത്ത് നിസ്കരിച്ചില്ലേ? നിന്റെ കൂട്ടുകാരനല്ലേ? നിന്റെ അനുജനല്ലേ? നിനക്കാണ് അവനേക്കാളും പ്രായമുള്ളത്. അവന്റെ മയ്യത്ത് നിസ്കരിച്ചത് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടാണല്ലോ. നാളെ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന ആരൊക്കെയാണ്? നാളെ നമ്മുടെ ഖബറാകുന്ന മണ്ണറയിൽ മണ്ണ് വാരി വലിച്ചെറിയുന്നവരാരൊക്കെയാണ്? തുസ്ലിഹു ബൈതക ഖശിയത അൻ യൻഹദിമ ഖബല അൻ തമൂത് വറബ്ബമാ തമൂതു ഖബല അൻ യൻഹദിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, യാ സിദ്ദീഖ്, കൂട്ടുകാരെ, നിങ്ങളുടെ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നു, സിദ്ദീഖേ, നിങ്ങളുടെ എല്ലാ അമലുകളും, എന്റെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ഒരു ചെറിയ ഒരു മിനിറ്റ് വേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ആ ജീവിതത്തിൽ നിന്ന് അല്പസമയം, ഒരു സെക്കൻഡ് എനിക്ക് നൽകുമോ? എനിക്ക് നിങ്ങൾ നൽകുമോ? ആരാ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖേ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ആ സമയങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് നൽകിയാൽ ഉമറിന്റെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഉമറേ, എന്റെ ആ സമയം ഏതാ? എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ആ അല്പസമയം ഏതാ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിന്റെ മറുപടി കേട്ടപ്പോ വല്ലാതെ കരഞ്ഞു പോകുന്നു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖേ, ഒന്നുമില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞ് ചില വാചകങ്ങള് അവിടെ വെച്ച് പറയുന്നു. ഞാൻ അത് പറയുന്നില്ല. പറയുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകൾ, പ്രിയപ്പെട്ട മോൻ, ഒരു ഭാഗത്തിരുന്ന്, ഒരു മൂലയിലിരുന്ന് എന്തോ ഉമ്മയും മകനും, അല്പ ചെറിയ കുട്ടിയാണ്, 10-12 വയസ്സ് അല്ലെങ്കിൽ അതിനോടടുത്ത വയസ്സ്, അങ്ങനെ അല്പം മണ്ണിൽ കളിക്കുന്ന പ്രായത്തിൽ മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കാരുണ്യത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ ചാരത്തേക്ക് വരുന്നു. മോനെ, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ആരുടെ മകനാണെന്ന് മനസ്സിലായോ? ഉടൻ തന്നെ ഉമറുൽ ഫാറൂഖിന്റെ മകനാൻ. എന്റെ വാപ്പ വീട്ടിലേക്ക് വരുന്നതിനു മുമ്പ് അതാ വീട് ശക്തിയായ കാറ്റിലും മടയിലും പെട്ട് ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുപോയി നബിയേ. നല്ല മഴ പെയ്തു, ശക്തിയായ കാറ്റടിച്ചു, ഞങ്ങൾ വീടതാ ചാഞ്ഞു കിടക്കുന്നു. എന്റെ വാപ്പ വരുമ്പോ ഇരിക്കാൻ സ്ഥലമില്ല, എന്റെ ഉപ്പാക്ക് കിടക്കാൻ സ്ഥലമില്ല, ക്ഷീണിച്ചു വരുന്ന എന്റെ ഉപ്പാക്കൊന്ന് ഇരിക്കാനും വിശ്രമിക്കാൻ സ്ഥലമില്ല. ഞാനും എന്റെ ഉമ്മയും അല്പം മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ചാഞ്ഞു കിടക്കുന്ന വീടിന്റെ 2 തൂണുകളുടെ ചുവട്ടിൽ മണ്ണിട്ടുകൊണ്ട് ആ തൂണൊന്ന് ഉറപ്പിച്ചു നിർത്താൻ ഞാനും എന്റെ പെറ്റ ഉമ്മയും എന്റെ പ്രിയപ്പെട്ട മാതാവും മണ്ണുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കൈക്ക് അവിടുത്തെ തലയിൽ കൈവച്ചുകൊണ്ട്, മോനെ, തുസ്ലിഹു ബൈതക ഖശിയത അൻ യൻഹദിമ ഖബല അൻ തമൂത്. തുസ്ലിഹു ബൈതക, നിങ്ങൾ നിങ്ങളുടെ വീട് നന്നാക്കുന്നു അല്ലേ? മോനെ, ആ വീട് ബാപ്പ വരുമ്പോഴേക്കും ഭംഗിയാക്കി വെക്കണമല്ലേ? ഖശിയത അൻ യൻഹദിമ ഖബല അൻ തമൂത്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ വീട് പറ്റ പൊളിഞ്ഞു വീടുമോ എന്ന് പേടിച്ചിട്ടല്ലേ അത് നന്നാക്കാൻ വേണ്ടി മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? മോനെ അബ്ദുല്ലാഹ്, വറുബ്ബമാ തമൂതു ഖബല അൻ യൻഹദിമ. ഈ കൂട്ടിയ മണ്ണുമായി ആ കാണുന്ന വീടിന്റെ അരികിൽ എത്തുമെന്ന് പറയാൻ അബ്ദുല്ലാ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ ഉപ്പാക്ക് കഴിയോ?
ആ ഇരിക്കുന്ന ഉമ്മാക്ക് കഴിയുമോ? ഫഇസ്ലാഹു അമലിക ഖൈറും മിൻ ഇസ്ലാഹി ബൈതിക. അതുകൊണ്ട് നിങ്ങളുടെ അമലാകുന്ന വീടിനെ നന്നാക്കൽ ഈ വീടിനെ നന്നാക്കുന്നതിനേക്കാൾ മോനെ നല്ലതാ. ഒന്നങ്ങോട്ട് ചിന്തിച്ചു നോക്കൂ. ആ മാതാപിതാക്കൾ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അറിയത്തക്ക വിധത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് വിവരിക്കുന്നു, പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആ നേതാവിന്റെ കുട്ടികളാണ് നമ്മളൊക്കെ. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. റസൂലുള്ളാഹിന്റെ മക്കളാണ് നമ്മൾ. മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മക്കളോട് ഈ കൂട്ടിയ മണ്ണെടുത്തിട്ട് നിങ്ങളുടെ വീടിന്റെ അരികിൽ നടന്നെത്തുമോ? അതിനു മുമ്പ് മോനെ നീ മരിച്ചാലോ എന്ന് ചോദിച്ചൊരു നേതാവിന്റെ അനുയായികളായ നമ്മൾ എത്രയാണ് നമ്മുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും കൊതികളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കൊതികൾ എവിടെ വരെ എത്തി നിൽക്കുന്നു, എത്രത്തോളം വീണ്ടു കിടക്കുന്നു. പടച്ചവരെ, സുബ്ഹിയുടെ മുമ്പ് ഞാൻ മരിച്ചാൽ ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള ആ മഹാരഥന്മാർ വെറും 5 ഉറുപ്പികയുണ്ട്. ഒരിക്കൽ രാത്രി ഉറങ്ങുന്നു, ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ 5 ഉറുപ്പികയുണ്ട്. പടച്ചവനെ, ഈ 5 ഉറുപ്പിക എങ്ങാനും ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാനുണ്ടോ, വല്ലതുണ്ടോ? അല്ല, ഇതിന്റെ അവസ്ഥ എന്താണ്? വല്ലാത്ത പേടി. എന്നിട്ട് ക്യാൻറ്റീനിലുള്ള അവിടെ ചോറ് വെച്ചു കൊടുക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ചോറ് വെച്ചു കൊടുക്കുന്ന ക്യാൻറ്റീനിലെ ഭണ്ഡാരിയെ വിളിച്ചിട്ട് ആ 5 ഉറുപ്പിക അവിടെ ഏൽപ്പിക്കുക. മാത്രമല്ല, ഒരിക്കൽ ചെറിയ അല്പം കിടന്നിറങ്ങാൻ പോകുന്ന സമയത്ത് കുറച്ച് കടണ്ട്, കുറച്ച് കടന്നറ 13 ഉറുപ്പിക, 13 ഉറുപ്പിക കടണ്ട്. ബഹുമാനപ്പെട്ട വറഇന്റെ ഉടമ ശൈഖുന കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ളവർ വല്ലാതെ കരഞ്ഞു പോകുന്നു. പടച്ചവനെ, ഈ പാവപ്പെട്ടവൻ അബ്ദുൽ ഖാദർ 13 ഉറുപ്പിക കടണ്ട്. കടത്തോടുകൂടെ മരിച്ചാല് അബ്ദുൽ ഖാദറിന്റെ ഖബർ എന്തായിരിക്കും? എന്തായിരിക്കും എന്റെ സ്ഥിതി? കുണ്ടൂർ ഉസ്താദ് കരയാ. അത് വീടാനുള്ള വടികളൊക്കെ എല്ലാം റെഡി ആയപ്പോഴാണ് അൽഹംദുലില്ലാഹ് അങ്ങ് കിടക്കുന്നത്. വെറും തുച്ഛമായ 13 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് കുണ്ടൂർ ഉസ്താദിനെ പറഞ്ഞത്? അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ നമ്മുടെ ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ടവരൊക്കെ തുച്ഛമായ 13 രൂപയ്ക്ക് വേണ്ടി കണ്ണുനീരൊടുക്കിയെങ്കിൽ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ കടം വാങ്ങുന്നതെന്ന് വിഷയമല്ല. കടത്തിൽ എത്രയൊരു ചെറിയ കട എടുക്കണോ, ഒരു പെട്ടിപ്പീടിക തുടങ്ങണോ, അതേക്കുറിച്ച് കടം വാങ്ങണം. ആരുടെയെങ്കിലൊക്കെ കുറിച്ച് കടം വാങ്ങണം. കോഴിക്കോടങ്ങാടിയില് എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടം തുടങ്ങണോ, ഉടൻ തന്നെ നമ്മുടെ കണ്ണിലുള്ളത് 10,000 രൂപയിൽ കടം വാങ്ങണം. യാ റബ്ബൽ ആലമീൻ, എന്റെ യജമാനനായ റബ്ബ്, എന്നെ പടച്ച ലോകത്തെ പടച്ച യജമാനനായ റബ്ബ്, ആ റബ്ബ് പറഞ്ഞിട്ടുള്ള ഒരു വല്ലാത്ത ആശയമാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പഠിപ്പിച്ചൊരാശയമാണ് ഇന്ന അഅ്ലമസ്ദുനൂബ് ഇൻദല്ലാഹ് അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനുൻ. അല്ലാഹുവിന്റെ അടിമകളിൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവൻ അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനുൻ, കടത്തോടുകൂടെ മരിക്കുന്ന മുസ്ലിമാൻ. കടത്തോടുകൂടെ മരിക്കുന്ന മുസ്ലിമിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകള് 1-2 ഹദീസുകൾ വായിച്ച ഖൽബ് പൊട്ടിപ്പോകും നമ്മുടെ. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ മക്കളായ നമ്മിൽ കടം പെരുകാത്ത, അതല്ലെങ്കിൽ പടച്ചവരെ ഞാൻ കടത്തോടുകൂടെ മരിക്കോ, മരിച്ചാൽ എന്റെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും, പേടിയില്ലാത്ത ഒരു വല്ലാത്തൊരു ജീവിതത്തിലേക്കാണ് ഇന്ന് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. കടം വാങ്ങുന്നത് പ്രശ്നമില്ല. കടം വാങ്ങിയാൽ കൊടുക്കണമെന്ന കാര്യമുണ്ടോ? ചോദിച്ചാൽ തന്നെ കൊടുക്കണമെന്നുണ്ടോ?
2, അഥവാ കടക്കാരൻ കൊടുത്തവന്റെ ഒരു ഫോൺ നമ്പർ നമ്മുടെ മൊബൈൽ അങ്ങ് കണ്ടാൽ പിന്നെ ഫോൺ ഓഫ് ചെയ്യാനുള്ള വഴി എന്താ മാർഗമുള്ളത്? പിന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പടച്ചവരെ, എന്താണ് എന്റെ അവസ്ഥ? ആ കടക്കാരന് ചെന്ന് സമാധാനപ്പെടുത്തണം. നാളെയാണോ എന്റെ ഡേറ്റ്? 31-ാം തീയതി ഞാൻ ഒരാൾക്ക് ഇത്ര രൂപ നൽകാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. 31-ാം തീയതി നൽകും. 30-ാം തീയതി ഒരു മുസ്ലിം ഉറങ്ങൂല. 30-ാം തീയതി ആ മുസ്ലിമിന് ഉറക്കു വരൂല. പോയിട്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട്, ഇന്ന് സംവിധാനങ്ങളുണ്ട്, ആ മനുഷ്യനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക, എനിക്ക് നാളെ നൽകാൻ കഴിയൂല, ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കൂടെ ഞാനൊരു സാധുവ, അഥവാ എനിക്ക് വീട്ടാനുള്ള വഴിയില്ല, ഒരു 10 ദിവസം കൂടെ നീട്ടിത്തരണം. ചോദിക്കുന്നവന് വല്ലാത്ത കൂലിയാണ്. നീട്ടിക്കൊടുക്കുന്ന കടം കൊടുത്തവനോ അതിലേറെ കൂലിയുമാണ്. കടത്തിൽ മുങ്ങിക്കുളിച്ചവന് 10 ദിവസം നീട്ടിക്കൊടുത്താണ്ടല്ലോ, നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് 100 റക്അത്ത് നിസ്കരിച്ചു, ചിലപ്പോ അതിനേക്കാളും ഫലം ചെയ്യും ഒരു 10 ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യന് അല്പം നീട്ടിക്കൊടുക്കുന്നത്. പക്ഷെ ആ മനുഷ്യന്റെ അരികിൽ നിന്ന് കാശ് വാങ്ങി 30-ാം തീയതി തൊട്ട് നമ്മുടെ ഫോൺ ഓഫ് ആക്കിട്ടു. ഇനി അനങ്ങൂല. ഇനി അയാള് വന്നാലോ വീട്ടിലിരുന്ന ഭാര്യയോട് പറയും ആളിവിടെ ഇല്ല എന്ന് പറയും. പടച്ചവനെ, എന്താണ് എന്റെ സ്ഥിതി? പേടിയില്ലാത്തൊരു ഈഗം. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത്, അല്ലാഹുവിന്റെ മഹാരഥന്മാർ അവരൊക്കെ വല്ലാതെ കരഞ്ഞുപോയി, വല്ലാതെ വിഷമിച്ചു പോയി. റഹ്മാനായ റബ്ബ് മഹാന്മാരുടെ പൊരുത്തമുള്ളവർ നമ്മ എല്ലാവരെയും പൊരുത്തി തെരുമാറാവട്ടെ. ഇന്ന് മനുഷ്യരായ നമ്മൾ നല്ല നിസ്കാര തേമ്പ് വെച്ച ആളുകൾ, അതുപോലെ തന്നെ കഅബാലയത്തിന്റെ കല്ല് പിടിച്ച ആളുകൾ, പരിശുദ്ധമായ പവിത്രമായ മദീനയിൽ ചെന്നുകൊണ്ട് ആ പരിശുദ്ധമായ പച്ചക്കുബ്ബ കണ്ടിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിത്തങ്ങൾക്ക് സലാം ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച എത്ര ആളുകളാണത് കൊതിക്കുന്നത്? മദീന കാണാൻ കൊതിച്ചുകൊണ്ട് മാസങ്ങളോളം നടന്നുപോയ 10 പൈസക്ക് ഗതിയില്ലാത്തവർ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നത് കാണാം. 18 മാസം 17 മാസമൊക്കെ നിരങ്ങി നടന്നുപോയ മദീനയൊന്ന് കാണാൻ, മദീനയിലെ മണൽത്തരികൾ കാലുകുത്താൻ, ആ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ ചെന്ന് എന്റെ മുത്തുനബിക്കൊരു സലാം ചൊല്ലാൻ എന്നെനിക്ക് കഴിയും, എന്നെനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് വകയില്ലാത്ത ആളുകൾ പോയി. അൽഹംദുലില്ലാഹ്, അത്തൈതു ഇലൈക യാ സനദി വഅൻത ഖൈറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൽ ഖൗതി റസൂലല്ലാഹ്. തങ്ങളെ, ഞാൻ ഇവിടെ എത്തി, ഉപ്പാ ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ. അൽഹംദുലില്ലാഹ്, നാട്ടുകാരെ, റബ്ബ് നമ്മെ മദീനയിൽ ഭാഗ്യം കിട്ടിയവരിവിടെയുണ്ട്. ഭാഗ്യം അള്ളാഹു കൊടുത്തു, കാശ് കൊടുത്തു, പോകാൻ സമയമില്ലാത്തവരുണ്ട്, രൂപത്തിലുമുള്ളവരുണ്ട്. ചോദിച്ചോട്ടെ, ഒരുപാട് ആളുകൾക്ക് അള്ളാഹു മദീന കാണിച്ചു കൊടുത്തു. 10,000-കണക്കിന് വരുന്ന സ്വഹാബത്ത് കിടക്കുന്ന ആ ഖബർസ്ഥാനിയിൽ മഖാമിൽ ബഖീഇൽ ചെന്നുകൊണ്ട് ബഖീഇലെ രാജകുമാരൻ രാജാവായ ഉസ്മാൻ തങ്ങളുടെ ചാരത്ത് ചെന്ന് സലാം ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചത്ര ആളുകളുണ്ട്. അല്ലാഹു തആല ആ ഭാഗ്യം കൊടുത്തവർ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് സ്വർണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് ഇൻകാന ജൂദുകല യർജൂഹു ദൂ സഫഹിൽ ഫമൻ യജൂദു അലൽ ആസീന ബിൽ കറബി. കഅബാലയത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് എത്ര ആളുകളാ കണ്ണുനീരൊടുക്കിയത്, എത്ര ആളുകളാണ് സന്തോഷം കൊണ്ട് കരഞ്ഞത്. ഈ ഭാഗ്യം ലഭിച്ച ഒരുപാട് ആളുകൾ, ഒരുപാട് ഹാജിമാർ, നബിത്തങ്ങളുടെ നാട് കണ്ട ഒരുപാട് മോമിനീങ്ങൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയ ഗൗരവമുള്ള മാരകമായ വല്ലാത്തൊരു വിപത്താണ് മഅദല്ലാഹ് നാട്ടുകാരെ കടം വാങ്ങുന്നത്. കടം വാങ്ങുക എന്നുള്ളത്
കടം ഉണ്ടാവുക എന്നുള്ളത്, കടത്തോടുകൂടെ മരിക്കുക എന്നുള്ളത്. പടച്ചവരെ, കടമുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം സന്തോഷത്തോടെ ഉറങ്ങുക? എങ്ങനെയാണ് സുഖമായി ഉറങ്ങുക? ഈ വിഷയത്തിൽ പേടിയില്ലാതെ നടക്കുന്ന എത്ര ഹാജിമാരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നാട്ടിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നത് കടത്തോടുകൂടെ മരിക്കുന്ന പടച്ചം മരിച്ചുപോയാൽ എന്റെ ഭവിഷ്യത്ത്, എന്റെ അവസ്ഥ എന്ത്? ചിലപ്പോ ഞാനിത് പറയുമ്പോ സദസ്സില് ഒരുപാട് ആളുകൾ കടമുള്ളവരുടെ അള്ളാഹു ബദരീകളുടെ ബർക്കത്ത് കൊണ്ട് പാപങ്ങളുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. ഞാനിത് പറയുമ്പോ കടം സ്വാഭാവികമാണ്. നമ്മുടെ ഒരു കുട്ടിയെ കെട്ടിക്കേണ്ടി വന്നു, വിഷമിക്കേണ്ടി വന്നു, ഒക്കെ വാങ്ങും, മനസ്സുപോലെയാണ്. നേരെ മറിച്ച് നല്ല വീടുണ്ട്, അത് പൊളിച്ചിട്ട് അപ്പുറത്തെ വീട് നല്ല വീടാണ്, അതുപോലത്തെ ഒരു വീടുണ്ടാക്കാനാ കടം വാങ്ങിയത്. അള്ളാഹ് വെറുതെ വിടൂല, ഇരുത്തിപ്പൊരിക്കും അല്ലാഹു തആല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്കുള്ളതാണ് ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് ഞാൻ ഇത് വഅദ് പറയുമ്പോ ഒരുപാട് കടമുള്ളവർ ആത്മാർത്ഥമായി ദുആ ചെയ്യാം, അതിനുള്ള വഴികളും ഇന്ന് വഅദിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, അപ്പുറത്തൊരു വീടെടുത്തിട്ടുണ്ട്, അതിനിപ്പുറത്ത് അതുപോലെ വീടെടുക്കണം. മാത്രല്ല, അന്ന് ഈ വീട് വലിയ വീടായിരുന്നു. ഇപ്പൊ ഇന്നലെ എന്നോട് സ്ഥലത്ത് ഒരാൾ പറഞ്ഞതാ, അന്ന് വീടെടുക്കുമ്പോ നല്ല വീടായിരുന്നു, ഇപ്പൊ ഈ വീട് നാട്ടിൽ ചെറിയ വീടായി. എന്താ ചെയ്യാ? വീട് കണ്ട അത്യാവശ്യമുണ്ട്, താഴെ 4 റൂമുണ്ട്, മുകളിൽ 4 റൂമുണ്ട്. എന്നിട്ട് അത് പൊളിക്കാണ്. എന്നിട്ട് പൊളിച്ചിട്ടോ ലോൺ വാങ്ങിയിട്ടുണ്ട് പുറത്ത് കുറച്ച് മറ്റു കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. നിസ്കാര ടാബ് വെച്ച ഹാജിയാണ് പറയുന്നത്. അത് വെച്ചിട്ടപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലിക്കോളി, നിങ്ങൾക്ക് വിഷമെല്ലാം തോന്നാം. നമുക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളുടെ മുഖം കാണാനും അവിടുത്തെ കൈപിടിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വാപ്പയുണ്ടോ? നേതാവ് പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന അഅലമസ്സുനൂബ് ഇൻദല്ലാഹി അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനുൻ. ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ, മുസ്ലിമായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ കടത്തോടുകൂടെ മരിക്കലാണ്. കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് വലിയ ശിക്ഷയുണ്ട്. കടം വാങ്ങുമ്പോ പേടി വേണം, കൊടുത്തില്ലെങ്കിൽ അതിലേറെ പേടി വേണം. ഒരു മിനിറ്റെങ്ങാനും പറഞ്ഞ സമയം തെറ്റിയാലോ അതിലപ്പുറത്തെ പേടി വേണം. കുന്നാ ജുലൂസൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ഉതിയ ബിജനാസ ഫഖാലൂ സല്ലി അലൈഹാ. ഒരു സഹാബി നബി തങ്ങളുടെ ശിഷ്യരാണ് സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നു, ഞങ്ങളും ഞാനും എന്റെ കൂട്ടുകാരും നബി തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. കുന്നാ ജുലൂസൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ജനാസ കൊണ്ടുവന്നു, മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നു. ഫഖാലൂ, സ്വഹാബത്ത് പറഞ്ഞു, സല്ലി അലൈഹാ, നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരന്റെ മയ്യിത്താണ്, ഈ മയ്യിത്തിന്റെ മേൽ അങ്ങ് നിസ്കരിക്കണം. ഫഖാൽ ഹൽ അലൈഹി ദൈൻ. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്, നബി കണ്ട സ്വഹാബിയാണ്, സ്വഹാബി എന്ന പേര് കിട്ടിയ മഹാനാണ്. ഒരു ദിവസം 1000 റക്അത്തുകൾ നിസ്കരിക്കുന്ന, ഫർദ് നിസ്കാരം കണക്കുകൂട്ടാതെ മുത്തലഖൽ സുന്നത്ത് 1000 റക്അത്തുകൾ നിസ്കരിക്കുന്ന, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരു ഹറാം കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരു കറാഹത്ത് കണ്ടിട്ടില്ല, ആ നിലക്ക് ജീവിച്ചൊരു വ്യക്തി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ഈമാനോടെ ഒരു നോക്ക് കണ്ടിട്ട് സ്വഹാബി എന്ന പേര് വീണുപോയ
ആ മനുഷ്യന്റെ ആ പ്രിയപ്പെട്ട നേതാവിന്റെ ചെരുപ്പെടുത്തു കൊടുക്കാൻ പോലും ഈ 1000 റക്അത്ത് നിസ്കരിച്ച് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഈ വ്യക്തി എത്തുകയില്ല. അതാണ് സ്വഹാബിയുടെ പവർ. ആ സ്വഹാബിയാണ് മരണപ്പെട്ടപ്പോ മദീനത്തെ പള്ളിയിൽ കൊണ്ടുവരുന്നത്. മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആ സമയത്ത് സ്വഹാബത്തിനോട് നബി തങ്ങളുടെ ചോദ്യം, ഓ പ്രിയപ്പെട്ട സ്വഹാബികളെ, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? നബി തങ്ങളോട് ശിഷ്യഗണങ്ങൾ പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, ലാ യാ റസൂലല്ലാഹ്, നബിയേ 10 പൈസ കടമില്ല നബിയേ, ഈ മരിച്ച മയ്യത്തിന് കടമില്ല നബിയേ. ഫസ്സല്ലാ അലൈഹി ഫസ്സല്ലാ അലൈഹാ. നബി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ച് മുഹദ്ദിസീങ്ങൾ പറയുന്നു, ഒരു പൈസയും കടമില്ലാത്ത സ്വഹാബിയാണത്. അവിടുത്തെ മുഖം പ്രകാശിച്ചു, അവിടുന്ന് സന്തോഷിക്കുന്നു. എന്നിട്ടതാ ആ മയ്യത്തിന്റെ അരികിൽ ചെന്ന് അവിടുന്ന് മയ്യത്ത് നിസ്കരിക്കുകയാണ്. സല്ലാ അലൈഹാ സുമ്മ ഉതിയ ബിജനാസ. ഈമാനുള്ള പിതാക്കളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുന്നു, സുമ്മ ഉതിയ ബിജനാസത്തിൻ ഉഖ്റാ, മറ്റൊരു ജനാസ കൊണ്ടുവരുന്നു. ഉടൻ നബി തങ്ങളുടെ ചോദ്യം, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് കടമുണ്ടോ സ്വഹാബത്തെ? ഖാലൂ സലാസത്തു ദനാനീർ യാ റസൂലല്ലാഹ്, 3 ദീനാറുണ്ട് നബിയേ. നബി തങ്ങൾ ചോദിക്കുന്നു, രണ്ടാമത്തെ ജനാസ കൊണ്ടുവരുമ്പോ ചോദിക്കുന്നത്, ഈ മയ്യത്തിന് കടമുണ്ടോ? നബിയെ ഉണ്ട്, 3 ദീനാർ കടമുണ്ട്. ഉടൻ തന്നെ നബി തങ്ങളുടെ ചോദ്യം, ഹൽ തറക ശൈആ, ആ കടമുള്ള മനുഷ്യൻ, ആ മനുഷ്യനല്ലേ മരിച്ചത്? 3 ദീനാർ വീട്ടാനുള്ള എന്തെങ്കിലും ആ മനുഷ്യന്റെ മിൽക്കിലായി ശേഷി വെച്ചിട്ടാണോ? 3 ദീനാർ വീട്ടാനുള്ള വല്ലതും ബാക്കി വെച്ചുകൊണ്ടാണോ മരിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, ഖാലൂ ലാ യാ റസൂലല്ലാഹ്, നബിയേ 3 ദീനാർ കടത്തോടുകൂടെ മരിച്ച ഈ മനുഷ്യന് വീട്ടാനൊരു 10 പൈസയുമില്ല, ഒരു മാർഗവുമില്ല, ഒന്നുമില്ലാതെയാണ് മരിച്ചത്. നബി തങ്ങൾ പറയുന്നു, സല്ലൂ അലാ സാഹിബിക്കും, സല്ലൂ അലാ സാഹിബിക്കും, നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ കൂട്ടുകാരന്റെ മയ്യത്ത് നിസ്കരിക്കണം. നിങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി നിസ്കരിക്കൂ, ഞാൻ നിസ്കരിക്കാനില്ല. ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ഖാല അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അതേ കൂട്ടുകാരനാണ്, ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ കൂട്ടുകാരനാണ്. സ്വല്ലി അലൈഹി യാ റസൂലല്ലാഹ്, സ്വല്ലി അലൈഹി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് ഈ കൂട്ടുകാരന്റെ, ഞങ്ങളുടെ സഹപാഠിയുടെ, ഞങ്ങളുടെ സ്നേഹിതന്റെ മയ്യിത്ത് അങ്ങ് നിസ്കരിക്കണം. വഅലയ്യ ദൈനുഹു വഅലയ്യ ദൈനുഹു, ആ മയ്യിത്തിന്റെ കടം ഞാൻ വീട്ടാം നബിയേ. യാ റസൂലല്ലാഹ്, തങ്ങളെ ആ മയ്യിത്തിന്റെ കടം ഞാൻ വീട്ടാ. അപ്പ ഫസല്ല അലൈഹി, റസൂലുള്ള ചൊല്ലുന്നു, എന്നിട്ടതാ മയ്യിത്ത് നിസ്കരിക്കുന്നു. എന്താണിപ്പോ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്? എന്റെ പൊന്നു പിതാക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, 3 ദീനാർ അഥവാ നമ്മുടെ നാട്ടുഭാഷ പറയാ ഒരു 30 റുപ്യ, ഒരു 30 റുപ്യ കടമുള്ള ഒരാൾ മരിച്ചപ്പോ ചോദിക്കുന്ന കടത്തോടുകൂടെയാണ്. കടമുണ്ട്, ചെല്ലാനം പൈസ വീട്ടാൻ വല്ല വടിയുണ്ട്? ഇല്ല. നബിത്തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല, സ്വഹാബത്ത് ഏറ്റെടുത്തു. അപ്പോഴാണ് മയ്യിത്ത് നിസ്കരിക്കുന്നത്. ഒരു വല്ലാത്ത ഗൗരവമുള്ള ഒരു വിഷയമാണ് കടത്തോടുകൂടെ ജീവിക്കുന്നവനെ കുറിച്ച് പറയേണ്ട വിഷയം. കടത്തോടുകൂടെ മരിക്കുന്നവനും കടത്തോടുകൂടെ ജീവിക്കുന്നവനും കടത്തോടുകൂടെ ഭക്ഷണം കഴിക്കുന്നവനും ഒരു വല്ലാത്ത വിഷയം തന്നെയാണ്. ചിലപ്പോഴൊക്കെ എന്റെ ഉപ്പമാരെ, നമ്മൾ മരിച്ചാല് അല്ലാഹു ത്വാഅത്തിലൂടെ ആയുസ് നീട്ടിത്തരട്ടെ,
മരിച്ചാല് ചിലപ്പോ ഉസ്താദുമാരൊക്കെ പള്ളിയില് ജനാസ കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ ഇന്ന നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഇന്ന ഹാജിയുടെ മയ്യിത്താണ് ഇവിടെയുള്ളത്. എല്ലാവരും ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലക്ക് എന്തെങ്കിലൊക്കെ കണ്ട് സംഭവിച്ചു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആരും നീട്ടിവെക്കരുത്. സാമ്പത്തികപരമായി വല്ലതുമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളുമായി ബന്ധപ്പെടുക. ഇന്ന മക്കൾ പേര് അഹമ്മദ് അബൂബക്കർ എന്ന് പറഞ്ഞ് 3-4 പേരുകളങ്ങ് പറയും. ജനാസ നിസ്കാരം കഴിഞ്ഞു. അതാ മനുഷ്യ, എന്റെ അനുജ, നിന്റെ ഉപ്പാന പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യില്ലേ? ആ ഉപ്പാന കബറ് പുഴുക്കളരിക്കുന്ന വിധത്തിൽ അതാ വേദനിക്കുന്നു. മാസങ്ങളായി മോനെ നിന്റെ ഉപ്പാന്റെ കടം വീട്ടിയോ? ആ വാപ്പയുടെ കടം നീ ഏറ്റെടുത്തില്ലേ? ഉപ്പാന്റെ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞില്ലേ? മരണപ്പെട്ടൊരു കൊല്ലം കഴിഞ്ഞു. ഇപ്പം കടക്കാരുടെ കടം വീട്ടിയിട്ടില്ല. കടക്കാര് വന്ന അതൊക്കെ വെറുതെ പറയാ എന്ന് തള്ളിവിടുന്ന എത്ര കുട്ടികളുണ്ട്. മരിച്ച ഉടനെ ഏറ്റെടുക്കാൻ മക്കളുണ്ട്. പൊന്നുപ്പാ, മാസങ്ങളങ്ങ് കഴിയണ്ട, ദിവസങ്ങളങ്ങ് കഴിയുമ്പോ ആ പൊന്നുമക്കൾക്ക് നമ്മ വേണ്ട. കടത്തോടുകൂടെ മരിച്ച ഉപ്പ ആ ഖബറാകുന്ന മണ്ണറിയിൽ തിരിച്ചറിയാൻ അവിടുന്ന് മറിയാൻ കഴിയാതെ ആ ചെറിയ കൊച്ചു വീട്ടില് വലിയ പാമ്പുകളും ഹയ്യത്തൻ അക്റബൻ, പാമ്പുകളും തേളുകളും വന്ന് കൊത്തുവലിക്കുന്ന ഒരുപാട് ജീവികൾ വന്ന് കൊത്തുവലിക്കുമ്പോ ഈ ഏറ്റെടുത്ത മക്കളെവിടെയാ? ആ മക്കൾക്കുണ്ടോ ഉപ്പാന ഓർമ്മ? ഒരു കാലത്ത് പാവപ്പെട്ട ഉപ്പ പട്ടിണി കിടന്നിട്ടല്ലേ ഇവനെ വളർത്തിയത്. ഇവൻ നല്ല ബിസിനസ്സുകാരനാണ്. ചുങ്കത്ത് നല്ല കടയുണ്ട്, കോഴിക്കോട് പട്ടണത്തിൽ നല്ല ഹോട്ടലുണ്ട്. ഇവൻ നല്ല ബിസിനസ്സുകാരനാണ്. ഇവന് കാറുണ്ട്, വാഹനങ്ങളുണ്ട്. മോനെ, നിന്റെ ഉപ്പ ചോറ് കടിക്കാൻ വകയില്ലാതെ പൂളടിച്ചിട്ടാണ് നിന്നെ വളർത്തിയത്. അവിടുന്ന് ജീവിക്കാൻ വകുപ്പില്ല. പട്ടിണി കിടന്ന ഉപ്പ പാടത്ത് കൊത്താൻ പോയില്ലേ? തെങ്ങിന്റെ ചുവട്ടിൽ കൊത്താൻ പോയില്ലേ? അവിടുന്ന് ഒരു ചെറിയ തൊപ്പിക്കൊടയും ആ തൊപ്പിക്കൊടയുള്ളിൽ കള്ളുത്തൊടിയും ചുരുട്ടി വെച്ച് ചൂട് മുഴുവനും കൊണ്ടിട്ട് ആ സൂര്യന്റെ ചൂട് മുഴുവനും സഹിച്ച് പാടത്ത് കൊത്തിയ ഉപ്പയാൾ ഇന്ന് ഉച്ചക്ക് നീ യാത്ര ചെയ്യുമ്പോ, നീ AC വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. നിന്റെ വാപ്പ മരിക്കുന്നത് വരെ ഒരു AC റൂമിൽ ഇരുന്നിട്ടില്ല. ആ വാപ്പ ഇരുന്നത് മുഴുവനും പാടത്താട്. ആ നിലക്ക് കൊത്തിക്കൊണ്ട് നിന്നെ പൊന്നുപോലെ വളർത്തിയ ഉപ്പാക്ക് കടമുണ്ട്. എടോ, നിന്നെ പോറ്റി വളർത്തിയിട്ടാണ് മോനെ നിനക്ക് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആ വാപ്പ കടം വാങ്ങിയത്. വാപ്പ ഏതാ ഒരു ചായ കുടിച്ചോ? വാപ്പൊരു നല്ല ഭക്ഷണം കടിച്ചോ? മോനെ, ഞാനും നീയും ബ്രോസ്റ്റ് കടിക്കുമ്പോ നമ്മുടെ വാപ്പ കടിച്ചത് ചെറിയ ഭക്ഷണമാണ്. അവിടുന്ന് കടിക്കാൻ വകുപ്പില്ല. ഉള്ളത് എന്റെ മക്കളെ പോറ്റണം. ആ നിലക്ക് പൊന്നുപോലെ വളർത്തിക്കൊണ്ട് അല്പം കടത്തോടുകൂടെ മരിച്ച ഉപ്പ, ഓ എന്റെ അനുജ, ആ വാപ്പ മരിച്ചിട്ട് എത്ര മാസമായി? ആ വാപ്പ മരിച്ചിട്ട് എത്ര ദിവസമായി? ആ ഉപ്പാക്കൽപ്പം കടമുണ്ട്. എന്തേ മോനെ, ആ ഉപ്പാന്റെ കടമങ്ങ് വീട്ടിയിട്ട് ഉപ്പയുടെ ഖബറൊന്ന് പ്രകാശിപ്പിക്കണ്ടേ? അത് വാപ്പയോട് കാണിക്കുന്ന ഒരു വല്ലാത്ത ബഹുമാനമാണ്, വല്ലാത്ത സ്നേഹമല്ലേ? നേരെ മരിച്ച മാസങ്ങളായിട്ട് പോലും ഉപ്പയുടെ കടം വീട്ടാതെ നടക്കുന്ന എന്റെ അനുജ, നമ്മുടെ ഉപ്പ പാവമല്ലേ? സാധുവല്ലേ? ആ ഉപ്പാക്ക് ആരുണ്ട്? ആ ഉപ്പാന്റെ കൈപ്പിടിക്കാൻ ആരുണ്ട്? ആ വാപ്പ പള്ളിക്കാട്ടിൽ കിടന്ന് വലിയ പാമ്പുകളുടെ കടി കൊള്ളുന്ന സമയത്ത്, പാമ്പുകൾ തോളുകൾ കൊത്തുന്ന സമയത്ത്, മോനെ, നിന്നെ പൊന്നുപോലെ വളർത്തിയ ആ ഉപ്പാനെ കൈപ്പിടിക്കണ്ടേ? ആരാണ് ഉള്ളത്? വാപ്പ മരിച്ചുപോയ ഉപ്പയുടെ കൂട്ടുകാർ കടത്തിന്റെ വിഷയമായി വന്നപ്പോ അവരെ ചീത്ത പറയുന്നു. അങ്ങനെ പല ആളുകളും വരുന്നുണ്ട്. അവനെനിക്ക് വിശ്വാസമില്ല. ഓ എന്റെ അനുജ, ഉപ്പാന്റെ പൊരുത്തം നീ നേടണോ? ആ വാപ്പയുടെ സന്തോഷം നേടണോ? വാപ്പയോട് മഹത്വത്തുണ്ടോ, സ്നേഹമുണ്ടോ? പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഉപ്പയെ, ആ ഉപ്പയുടെ ഖബറ് ഒന്ന് പ്രകാശിപ്പിക്കാനുള്ള വഴി എന്റെ അനുജന്മാരെ നമ്മൾ കാണുക. സാധുക്കളാ, ഞാൻ പറഞ്ഞപ്പങ്ങ് പറഞ്ഞെന്ന് മാത്രം.
എത്രയോ ഉപ്പമാര് മരിക്കുമ്പോഴൊക്കെ ഏറ്റെടുക്കാൻ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. മരിച്ചിട്ട് 10 പൈസ കടം കിട്ടാത്ത ഒരു പടി മക്കളുമുണ്ട്. കാശുള്ള മക്കൾ അവര് ബിസിനസ്സൊക്കെ ഇറക്കി. അതാ അപ്പുറത്ത് തോട്ടമെടുത്തു, ഇപ്പുറത്ത് വേറെ തോട്ടമെടുത്തു. എന്നിട്ട് ആ ഉപ്പാക്കൊരു 3000 അല്ലെങ്കിൽ ഒരു 30,000 ഉറുപ്പ്യ കടണ്ട്. മോളെ കെട്ടിച്ച കട. ഈ സാധു ചായ കുടിച്ചതല്ല, ഈ സാധു ഭക്ഷണം കടിച്ചതല്ല, പൊന്നു മകളെ കെട്ടിക്കാൻ വേണ്ടി വാങ്ങിയ കട. ആ ഉപ്പാന്റെ കടന്ന് വീട്ടിക്കൂടെ? ഈ കാണുന്ന സ്ഥലവും പറമ്പുകളും തോട്ടുകളുമായി നടക്കുമ്പോ ആ ഉപ്പാന്റെ കടന്ന് വീട്ടണ്ടേ നമ്മള്? സുബ്ഹാനല്ലാഹ്. ഞാനിത് പറയുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉള്ളവരെ ശ്രദ്ധിക്കുക. അതോടുകൂടെ കടമില്ലാത്തവര് എന്റെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ആ ഒരു മനസ്സ് അതിനുവിടെ ദുആ ചെയ്യുക. 5 വഖ്തിന് നേർന്നോളി നമ്മൾ. അല്ലാഹു നമ്മയൊക്കെ ഖൈറിന്റെ അഖിലാരിൽ പെടുത്തി തരട്ടെ. ഞാൻ പറയുന്നത് എന്താണ് ഇപ്പൊ നബിത്തങ്ങൾ പറഞ്ഞത്? ഒരു മരിച്ച മയ്യിത്തിന്റെ വിഷയമാണ് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. യുഗ്ഫറു ലിശ്ശഹീദി ജമീഉ ദുനൂബ്. ഹംസത്തുൽ കറാറിനെ പോലെ കരളുപോലും ദീനിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്നു. വീണ്ടും അതാ ജീവിക്കുന്നു, വീണ്ടും അങ്ങ് വിട വാങ്ങുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹീഹായ ഹദീസ് കാണാം. ഞങ്ങള് ഒരിക്കൽ ഒരു പള്ളിയുടെ മുറ്റത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ജനാസകളുണ്ട്, ഒരുപാട് മയ്യിത്തുകൾ കൊണ്ടുവന്നു. അങ്ങനെയുണ്ട്. അഥവാ ചില മഹദിമാരുടെ മഹാന്മാരുടെ അരികിലേക്കൊക്കെ മരിച്ചാൽ കുറെ മയ്യിത്തുകളുണ്ട്. നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ, നഫീസത്ത് ബീവിയുടെ മഖാമിന്റെ അരികിൽ ആ പരിസരത്ത് ആര് മരിച്ചാലും മയ്യിത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ച് ദുആ ചെയ്യിപ്പിച്ച ബറക്കത്തെടുത്തിട്ടേ കൊണ്ടുപോകും. വല്ലാത്തൊരു രംഗമാണ് ചില മഹാന്മാർ മഹദിമാരുടെ അരികിലൊക്കെ കാണുക. റസൂലുള്ളാഹിന്റെ അരികിൽ ഒരുപാട് മയ്യിത്ത് കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൽ ബൈന ളുഹൂരിനാ. നബിത്തങ്ങൾ ഞങ്ങളെ മുന്നിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഫറഫഅ റസൂലുള്ളാഹി എന്ന് ചൊല്ലിക്കോളി. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളങ്ങ് ഉയർത്തി. ബസറഹു, അവിടുത്തെ കണ്ണ്. നല്ല ശ്രദ്ധിക്കുക. ആ ഭാഗം, ഈ ഹദീസ് കൂടെ വായിക്കുക, എന്നിട്ട് നമുക്ക് ചരിത്രം പറയാം ഇൻഷാ അല്ലാഹ്. ഫറഫഅ റഅസഹു ഫറഫഅ ബസറഹു. നബിത്തങ്ങള് അവിടുത്തെ കണ്ണൊന്ന് പൊക്കി, കണ്ണൊന്ന് ഉയർത്തി. എന്നിട്ടോ പിന്നെ ഖിബല സമാ വവളഅ യദഹു അലാ ജബ്ഹതിഹി. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിത്തങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് അജബൻ നോക്കിയിട്ട് അവിടുത്തെ നെറ്റിത്തടത്തിൽ കൈവച്ചു. എന്നിട്ട് അവിടുന്ന് താഴ്ത്തി കണ്ണ് താഴോട്ട് തന്നെ നോക്കി. അവിടുന്ന് വവളഅ യദഹു അലാ ജബ്ഹതിഹി ഖാല സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. തങ്ങൾ 3 പ്രാവശ്യം സഹീഹായ ഹദീസിൽ കാണാം, 3 വട്ടം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സഹാബത്ത് പറയാ, ഞങ്ങളാകെ പേടിച്ചു പോയി. പടച്ചവനെ, എന്താണ് ഇവിടെ കണ്ടത്? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടുന്ന് പറഞ്ഞു, മാദാ നസല മിനത്ത് തസ്ദീദ്. എന്താണ് റബ്ബേ ഇത്? അല്ലാഹ്, എന്താണ് ഈ കാണുന്നത്? ഇതിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയുന്നു. ഫസക്കത്തിനാ യൗമനാ വലൈലത്തനാ. അന്നത്തെ പകലും അന്നത്തെ രാത്രിയും, അന്നത്തെ പകലും അന്നത്തെ രാത്രിയും 2 ദിവസവും ഞങ്ങള് നോക്കി നിന്ന് എന്തായിരിക്കും ഇവിടെ. സഹാബത്ത് പറയാ, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് പറഞ്ഞിട്ട് എന്തോ ഒരു വല്ലാത്ത വിഷമം. മാ നസല മിനത്ത് തസ്ദീദ്. ഇതിങ്ങനെ കണ്ട് അവിടുന്ന് ഞങ്ങൾ നോക്കി നിന്ന് 2 ദിവസം. ഫലം നറ ഇല്ലാ ഖൈറാ ഹത്താ അസ്ബഹനാ. നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഖൈറല്ലാത്തൊന്നും ഞങ്ങൾ കണ്ടില്ല. ഖൈറേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടതല്ല ഖൈറാണ്. പിന്നെ എന്താണ് നബിത്തങ്ങൾ ഇത്ര വിഷമം പിടിച്ചിട്ട്?
ഫസഅൽതു റസൂലല്ലാഹ്, ഞാനങ്ങ് ചെന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തസ്ദീദുല്ലദീ നസലാ, നബിയേ എന്താണ് ഇന്നലെ ഇറങ്ങിയത്? ഇന്നലെ ഇറങ്ങിയ മുസീബത്ത് എന്താണ്? ഏത് വിഷയത്തിലാണ് ഇന്നലെ ഭവിഷ്യത്തുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബുല്ലാഹി, അവിടുന്ന് പ്രിയപ്പെട്ട മക്കളോട്, സ്വഹാബത്തിനോട്, ശിഷ്യഗണങ്ങളോട് അവിടുന്ന് പറയുന്നു, എന്റെ പൊന്നുമക്കളെ, ഫിദ്ദീൻ, കടത്തിന്റെ വിഷയത്തിൽ ഞാൻ ഇന്നലെ വല്ലാത്തൊരു വിഷമം കണ്ടുപോയി. കടത്തിന്റെ വിഷയത്തിലാ ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോയത്. വല്ലദീ നഫ്സീ ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ് ثم عاش ثم قتل في سبيل الله ثم عاش ثم قتل في سبيل الله. പൊന്നുമക്കളെ, ഒരു മനുഷ്യൻ ഷഹീദായി മരിക്കുന്നു, വീണ്ടും അതാ ജീവിക്കുന്നു, വീണ്ടും അതാ മരിക്കുന്നു, വീണ്ടും അതാ ജീവിക്കുന്നു. ആ നിരക്ക് ആ മനുഷ്യനങ്ങ് ഹംസത്തുൽ കറാറിനെ പോലെ കരട് പോലും ദീനിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ, അതാ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭാഗം അങ്ങോട്ട് അവിടുന്ന് രക്തം ഒഴുകുന്നു, ഒരു ഭാഗത്തുള്ള കഷ്ണം അങ്ങോട്ട് തെറിക്കുമ്പോ സ്വർഗത്തിന്റെ മഹിമ കണ്ടാസ്വദിച്ച്, സ്വർഗമതാ കണ്ടാസ്വദിച്ചുകൊണ്ട്, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ തയ്യിബത്തുൽ ബാരിദത്തുൽ ശറാബുഹാ. പടച്ചവരെ, എന്റെ സ്വർഗമതാ കാണുന്നു, അതിലതാ നല്ല നല്ല വെള്ളമുണ്ട്, പടങ്ങളുണ്ട്, നല്ല നല്ല വസ്തുക്കൾ കാണുന്നുണ്ടല്ലോ. ജഅഫർ റളിയല്ലാഹു അൻഹു ആ സ്വർഗം കണ്ടുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ഏൽപ്പിച്ചുകൊണ്ട്, യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്, പുന്നാര മുത്തുനബി തങ്ങൾക്ക് സലാം ഏൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയ ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരുപാട്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയെ പോലെയുള്ള ഒരുപാട് മഹാരഥന്മാർ, ആ മഹത്തുക്കളെ പോലെയുള്ളവർ ജീവിക്കുന്നു, വീണ്ടും അതാ മരിക്കുന്നു, വീണ്ടും അങ്ങ് ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു. നബിയേ, ആ മനുഷ്യന് രക്ഷയില്ലയോ? നബി തങ്ങളുടെ മറുപടി, വഅലൈഹി ദൈനുൽ മാ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി. ഹംസത്തുൽ കറാറിനെ പോലെ, ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, ശുഹദാക്കൾ, ആ ശുഹദാക്കളെ പോലെ എല്ലാം ദീനിന് വേണ്ടി സമർപ്പിക്കുന്നു, എന്നിട്ടതാ മരിക്കുന്നു. പക്ഷേ ആ മനുഷ്യന് കടമുണ്ട്, കടത്തോടുകൂടെയാണ് മരിച്ചത്, കടത്തോടുകൂടെയാണ് പിടഞ്ഞുകൊണ്ട് മരിച്ചത്. അതാ ഒരു തുള്ളി വെള്ളം കിട്ടാൻ പറ്റാത്ത വിധത്തിൽ ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് പിടഞ്ഞുകൊണ്ട് പള്ളിയുടെ ഉള്ളറയിൽ കിടന്നുകൊണ്ട് പിടഞ്ഞിട്ട് മരിക്കുന്നു. വഅലൈഹി ദൈനുൽ, ആ മനുഷ്യന് കടമുണ്ട്. മാ ദഖലൽ ജന്ന, മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എനിക്ക് ചരിത്രം പറയാൻ അറിയാനിട്ടല്ല, എന്നെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ ഉസ്താദുമാരെ ഇരുത്തി എനിക്ക് ചരിത്രം പറയാനോ മറ്റോ അല്ലെങ്കിൽ മറ്റൊരു വിഷയം പറയാൻ അറിയാനിട്ടല്ല ഞാനിപ്പോ ഈ വഅദ് പറയുന്നത്. നല്ല നിസ്കരിക്കുന്ന, 5 വഖത്തും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആ മനുഷ്യനോടും കുറെ കടണ്ട്, വാങ്ങിക്കൂട്ടിയതോ കുറെ ആവശ്യമില്ലാത്ത വിഷയത്തിന്. ഇന്നത് പെരുകിയിരിക്കുക നമ്മുടെ നാടുകളൊക്കെ പ്രത്യേകിച്ച്. അപ്പൊ അത് കൂടുതൽ അറിയുമ്പോ എന്നെ കൊണ്ട് കഴിയുന്നൊരു ഹിദ്മ, ആ നിലക്കുള്ളൊരു വാലാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാരൻ പടച്ചവനെ ഉള്ളതനുസരിച്ച് ഞാൻ ജീവിക്കും, വല്ലാതെ കൊടുങ്ങുമ്പോ കടം വാങ്ങും, അതിനല്ല രക്ഷപ്പെടുത്തും ചെയ്യും.
അള്ളാഹു അവനിട്ട് കൊടുക്കൂല്ല. നേരെ മറിച്ച് ഞാൻ കുറച്ച് ഇവിടെ പറയാം, ഇൻഷാ അള്ളാഹ് ഞാൻ കുറച്ച് ഇപ്പൊ ഇവിടെ പറയാം. നേരെ മറിച്ച് ഒരു വിഷയമാക്കാതെ പോകുന്നവന്റെ മരണശേഷമുള്ളത് ഒരു സൂചന ഇപ്പൊ പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പുള്ളത് വേറെ പറയാം. മരിക്കുന്നതിന് മുമ്പ് കടക്കാരനുഭവിക്കുന്ന ഭവിഷ്യത്തുകൾ, ആ വേദനാജനകമായ രംഗങ്ങൾ അതിങ്ങനെ വായിച്ചാല് നമ്മുടെ കൽബ് പൊട്ടിപ്പോവും. ബാഹു നമ്മുടെ കൂട്ടുകാർ, സഹോദരങ്ങൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മുടെ മുഹിബ്ബീങ്ങൾ ബാഹുയുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇതൊക്കെ പറയുമ്പോ ആവശ്യമില്ലാതെ കടം വാങ്ങി തുലച്ചവരെ കുറിച്ച് അവര് പടച്ചവരെ ഇനി ഞാൻ ചെയ്യൂല എന്നൊരു മനസ്സുണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പ്രഭാഷണമാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ്ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ സറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറികൾക്കും കച്ചവടക്കാർക്കും ഞങ്ങൾ ഒരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ. ഓർക്കുക, ഡ്യൂട്ടി പേഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്,